നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. മാപ്പ് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കോടതി മുറിയിൽ കനത്ത നിശബ്ദത. പ്രതിക്കൂട്ടിൽ തലതാഴ്ത്തി നിൽക്കുന്ന വിമൽ എന്ന 15 വയസ്സുകാരൻ. തൻ്റെ മകൻ അൻവറിൻ്റെ ജീവനെടുത്ത ആളാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് ആ പിതാവ് സൈനുദ്ദീൻ അറിയാമായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് ആക്രോശങ്ങളും ശാപവാക്കുകളുമായിരുന്നു. എന്നാൽ സംഭവിച്ചത് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ഒരു ദൃശ്യമായിരുന്നു. മൊഴി നൽകാൻ ആ പിതാവ് കണ്ണുനീരോടെ എഴുന്നേറ്റ് നിന്നു. അവിടെ ഉള്ളവരെല്ലാം അക്ഷമയോട് കാതോർത്തു. സംസാരിക്കാൻ പോലും ആകാതെ വികാരപരവശനായി അദ്ദേഹം അല്പനേരം മിണ്ടാതെയായിപ്പോയി. ഒടുവിൽ ആ പിതാവിൻ്റെ വാക്കുകൾ കോടതി മുറിയിൽ അലയടിച്ചു. മകനെ, നിന്നോടെനിക്ക് ദേഷ്യമില്ല. നീ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, അതെനിക്കറിയാം. എൻ്റെ മകൻ്റെ വിയോഗം എന്നെയും കുടുംബത്തെയും വല്ലാതെ പിടിച്ചുലച്ചു കഴിഞ്ഞു. ഞങ്ങൾക്കിനി ജീവിതം കൊണ്ടൊന്നും നേടാനില്ല. എല്ലാം അവസാനിച്ചു. ഈ പ്രശ്നങ്ങൾ കൊണ്ട് നിൻ്റെ ജീവിതവും തകർന്നു പോകുമല്ലോ എന്നോർത്ത് ഞാൻ ഇപ്പോൾ സങ്കടപ്പെടുകയാണ്. മാത്രമല്ല, നിന്നെ ഓർത്ത് കരയുന്ന നിൻ്റെ മാതാപിതാക്കളുടെ വേദന. അദ്ദേഹം വിതുമ്പി. അതുകൊണ്ട് സഹജീവികളോടുള്ള സ്നേഹവും എൻ്റെ വിശ്വാസവുമാണ് എന്നെക്കൊണ്ടിത് ചെയ്യിക്കുന്നത്. നീ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് അല്ലാഹുവിൻ്റെ നാമത്തിൽ പൊറുതിരിക്കുന്നു. ശിക്ഷയല്ല, നീ ഒരു നല്ല മനുഷ്യനായി മാറുന്നതാണ് എൻ്റെ മകൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നിൻ്റെ മാതാപിതാക്കളുടെ കണ്ണുകളിലെ ദയനീയത എന്നെ ദുഃഖത്തിലാഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. വിതുമ്പലുകൾക്കിടയിൽ ആ പിതാവ് വിറയ്ക്കുന്ന കൈകൾ നീട്ടി. ആ കൈകൾ ചെന്ന് തറച്ചത് പ്രതിയുടെ കൈകളിലല്ല, മറിച്ച് അവൻ്റെ തകർന്നുപോയ ഹൃദയത്തിലായിരുന്നു. കോടതിയുടെ അനുവാദത്തോടെ ആ പിതാവ് പ്രതിക്കൂട്ടിലേക്ക് നടന്നു ചെന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും തൻ്റെ മകൻ്റെ കൊള്ളയാളിയായ ആ കുട്ടിയെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തു. വിമൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ആ സമയം കോടതിക്ക് പുറത്ത് അവൻ്റെ മാതാവിൻ്റെ തേങ്ങൽ അന്തരീക്ഷത്തിൽ അലയൊടിക്കുന്നുണ്ടായിരുന്നു. നിയമത്തിൻ്റെ കടുപ്പമേറിയ മുഖമുള്ള ജഡ്ജ് പോലും തൻ്റെ കണ്ണുനീർ ആരും കാണാതെ തുടയ്ക്കുന്നത് എല്ലാവരും കണ്ടു. പ്രതികാരം കൊണ്ട് മുറിവേറ്റ ഹൃദയത്തേക്കാൾ ക്ഷമ കൊണ്ട് ഉണങ്ങിയ ഹൃദയങ്ങൾക്കാണ് സൗന്ദര്യമെന്ന കോടതിയിൽ സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നു. ആ കോടതി മുറിയിൽ നിന്ന് അന്ന് വിധി എഴുതപ്പെട്ടത് നിയമപുസ്തകങ്ങളാലല്ല, ഒരു പിതാവിൻ്റെ കണ്ണുനീരിനാൽ നനഞ്ഞ കാരുണ്യം കൊണ്ടായിരുന്നു. 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ ദൈവം കനിഞ്ഞു നൽകിയ കൺമണിയായിരുന്നു അൻവർ. പ്രവാസ ലോകത്ത് തൻ്റെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കുമൊപ്പം താമസിക്കുകയായിരുന്നു ആ 10 വയസ്സുകാരൻ. സ്കൂളിൽ ഇൻ്റർവെൽ സമയത്ത് അൻവർ കൂട്ടുകാരും ഒന്നിച്ച് തമാശകൾ പറഞ്ഞ് കോണിപ്പടികൾ ഇറങ്ങുകയായിരുന്നു. ആ സമയം അവരുടെ പിറകെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ ഓടിക്കൊണ്ട് തമ്മിൽ തള്ളിയും ഉന്തിയും ധൃതിയിൽ പടികൾ ഇറങ്ങുകയും ആയിരുന്നു. പെട്ടെന്ന് വിമലിനെ പുറകിൽ നിന്ന് ആരോ തിരക്കിൽ തള്ളി. അവൻ മുന്നിൽ നടന്നിരുന്ന അൻവറിൻ്റെ തോളിൽ ശക്തിയായി വന്നിടിച്ചു. പെട്ടെന്നുള്ള തള്ളലിൽ അൻവർ പൊക്കത്ത് നിന്ന് നിലത്തേക്ക് കമഴ്ന്നു വീണു. മുഖമടിച്ച് വീണ അൻവറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരണം ആ കുരുന്നിനെ തട്ടിയെടുത്തു. ഏക മകൻ കൺമുൻപിൽ ഇല്ലാതായപ്പോൾ ആ മാതാപിതാക്കളുടെ ലോകം തന്നെ തകർന്നുപോയി. പക്ഷേ ആ തീരാനഷ്ടത്തിനിടയിലും സൈനുദ്ദീനും ഭാര്യ ഫാത്തിമയും കാണിച്ച ആ വലിയ മനസ്സ് ഏവരുടെയും കണ്ണ് നിറയ്ക്കുകയാണ്. തങ്ങളുടെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണക്കാരനായത് ഒരു ഹിന്ദു വിശ്വാസിയുടെ മകനാണെങ്കിലും അത് മനഃപൂർവ്വം സംഭവിച്ചല്ലെന്ന് തിരിച്ചറിഞ്ഞ ആ പിതാവ് പറഞ്ഞു, അപകടം മനഃപൂർവ്വമല്ല. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വേർപാടിൽ മറ്റൊരു വീട്ടിലെ മാതാപിതാക്കൾ കൂടി ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കരുത്. അവനെ ശിക്ഷയിൽ നിന്ന് നിരുപാധികം ഒഴിവാക്കാൻ അദ്ദേഹം ബഹുമാനപ്പെട്ട മഹ്കമയോട് അപേക്ഷിച്ചു. തൻ്റെ മകനെ നഷ്ടപ്പെട്ട വേദനയിലും മറ്റൊരു കുഞ്ഞിനോട് ക്ഷമിക്കാനും പരാതിയില്ലെന്ന് രേഖാമൂലം അറിയിക്കാനും ആ മാതാപിതാക്കൾ തയ്യാറായി. നിയമക്കുരുക്കുകളിൽ നിന്ന് ആ കുഞ്ഞിനെ മോചിപ്പിക്കുമ്പോൾ പകയേക്കാൾ വലുത് സഹാനുഭൂതി ആണ് എന്ന് അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തു. സ്വന്തം മകൻ്റെ വേർപാടിലും മറ്റൊരു കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ തീരുമാനിച്ച അവർ മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ്. മരണം വിതച്ച ശൂന്യതയിൽ നിന്ന് അവർ ജീവിതത്തിൻ്റെ പച്ചപ്പ് കണ്ടെത്തി. മറ്റൊരാൾക്ക് ജീവിതം നൽകുന്നതിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട മകന് അവർ നൽകിയത് ഏറ്റവും വലിയ സ്നേഹാദരമാണ്.
നീതി നിയമത്തിൻ്റേതാണ്, എന്നാൽ ക്ഷമ ഹൃദയത്തിൻ്റേതാണ്. ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിലൂടെ നീതി നടപ്പാകുന്നു, എന്നാൽ ക്ഷമിക്കുന്നതിലൂടെ ഒരു പുതിയ മനുഷ്യൻ ജനിക്കുന്നു. ചോരയ്ക്ക് പകരം ചോര ചോദിക്കുന്ന ഈ ലോകത്ത് കണ്ണീരും കാരുണ്യവും കൊണ്ട് മറുപടി നൽകിയ കുടുംബം മറ്റുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കഥ ഇഷ്ടമായോ? ഇനി മറ്റൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.